അങ്ങനെ ഇപ്രാവശ്യത്തെ നാട്ടിലെ വരവിന് നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വീണ്ടും പാറുൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. പാറിൻ്റെ പഴയ വീട്ടിലല്ല, പുതിയ അവരുടെ ഫ്ലാറ്റിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ അവൾ മാറിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. സാധനങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടേ ഉള്ളൂ, ഒന്നും അടുക്കിയിട്ട് ഒതുക്കിയിട്ട് ഒന്നുമില്ല. അപ്പം നമുക്ക് പോകണമല്ലോ. അപ്പോൾ വരുന്ന വഴി ഇവിടെ നിന്നിട്ട് 2 ദിവസം ഇവിടെയും കൂടെ നിന്നിട്ടാണ് പോകുന്നത്. പാലൊക്കെ നേരത്തെ കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇൻറ്റീരിയറിൻ്റെ കുറച്ച് വർക്കായിരുന്നു ബാക്കിയിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇനി സംഭവങ്ങളൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കണം. അപ്പം ഞാനും കുഞ്ഞുമോനും മൊത്തത്തിലൊന്ന് കറങ്ങി നടക്കുക കേട്ടോ. ശരിക്കും അവൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാ കുഞ്ഞുങ്ങളെ നമ്മുടെ കൊല്ലത്ത് ഏൽപ്പിച്ചിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം കുഞ്ഞുമോൻ ഹാപ്പിയാ. അവൻ പുതിയ വീട്ടിലോട്ട് വന്നതിൻ്റെ ഒരു സന്തോഷം. മൊത്തത്തിൽ ലൈറ്റും വെട്ടവും വെളിച്ചവും അവൻ ഹാപ്പി ആയിട്ട് വരുന്ന വഴി ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഭക്ഷണമൊന്നും വെച്ച് തുടങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ചായയും കാപ്പിയൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ മെല്ലെ മെല്ലെ എല്ലാം ഒന്ന് അടുക്കി ഒതുക്കിയിട്ട് ഭക്ഷണമൊക്കെ വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാത്രി ഫുള്ള് മഴയായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുക. ഒരു പ്രത്യേക ഐശ്വര്യമാണ് നമ്മുടെ നാട്ടിലെ മഴയ്ക്ക്. മണി 9 കഴിഞ്ഞു. സൃഷ്ടി സ്കൂളിൽ പോയി കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ പുതിയതായിരുന്നു. അപ്പോൾ അവൾ രാവിലെ പോയി. മറ്റേ വീടിനെക്കാട്ടി നേരത്തെ ഇവിടുന്ന് പോകണമായിരുന്നു. പിന്നെ മനു ഓഫീസിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവരും കഴിക്കുന്നു. ഞുഞ്ഞുമോനും എഴുന്നേറ്റിട്ടുണ്ട്. ഇടിയപ്പം മുട്ടക്കറിയുവാ. അത് പുറത്തുനിന്ന് വാങ്ങിയതാ. ഞുഞ്ഞുമോനും ഒരു ഇടിയപ്പമൊക്കെ അമ്മ മെല്ലെ മെല്ലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പം പിള്ളേർക്ക് ഇഷ്ടമായണ്ട ഇടിയപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വാങ്ങിച്ചത്. പിന്നെ സൃഷ്ടിയില്ലല്ലോ. അപ്പോൾ അങ്കുവും ഞുഞ്ഞുമോനും കൂടെ ഉള്ള കളിയാ. അവൻ്റെ സൈക്കിളിൽ ഓടിക്കുകയും പിടിക്കുകയും. ഞങ്ങൾ പോയതിന് ശേഷം പിന്നെ അമ്മയും പാറും മെല്ലെ മെല്ലെ എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെക്കും. ഞുഞ്ഞുമോന്റെ കുഞ്ഞു കുരുത്തക്കേടുകളാ. ബക്കറ്റ് താഴെ വെച്ചാൽ അത് തലയിൽ കൂടെ ഇങ്ങനെ ഇട്ട് കളയും. പിന്നെ അല്ലാതെ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് അവൻ്റെ തലയിൽ കൂടെ ഇറക്കി വെക്കുന്നത്. 2 കണ്ണും അവൻ്റെ അടുത്ത് തന്നെ നമുക്ക് വേണം. പിന്നെ കുറേ ബൈൻഡിന്റെ പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഫാനൊക്കെ വാങ്ങിച്ചതും അതൊക്കെ തല്ലി പൊളിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തുള്ള കവറുകളും എല്ലാം വലിച്ചിട്ടിട്ടുണ്ട്. ലഞ്ചായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണമൊന്നും വെച്ച് തുടങ്ങിയില്ല. കാരണം പൊടികളും ഒക്കെ പൊട്ടിച്ചൊക്കെ ഇട്ടിട്ട് മെല്ലെ വെച്ച് തുടങ്ങാൻ പറ്റത്തുള്ളൂ. പൊതിച്ചോറാണ് വാങ്ങിച്ചത്. ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് പൊതിച്ചോറൊന്നും കഴിച്ചില്ല. അമ്മയെ കൊണ്ട് ഒരു പ്രാവശ്യം പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ മീൻകറിയും മുട്ട പൊരിച്ചതും എന്തൊക്കെയോ കറികളും പിന്നെ ഒഴിച്ചുകറികളൊക്കെ സെപ്പറേറ്റും. സംഭവം നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം നമ്മുടെ അങ്കുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ. അങ്കു 1ാം ക്ലാസ് എറണാകുളത്താണ് പഠിച്ചത്. ഇവിടെ ചോയ്സ് എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രണ്ട് ഉണ്ട്. ഇപ്പോഴും അവന് ആ ഫ്രണ്ടുമായിട്ട് കണക്ഷനാണ്. അപ്പോൾ അവനെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ഒരു മോളിൽ ആക്കിയിട്ടുണ്ട്. അവൻ്റെ അമ്മയും അവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അവർ കളിക്കട്ടെ എന്ന് വെച്ച് അവനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവുക. പുറത്തോട്ട് വേറൊന്നുമല്ല, നമ്മുടെ പാറുവിനെ വിളിക്കാൻ ഓഫീസിൽ നിന്ന്. അപ്പോൾ അവളുടെ ഓഫീസ് വൈറ്റിലയിലാണ്. അപ്പോൾ നമ്മൾ അവളെ അവിടെ നിന്ന് വിളിച്ചപ്പോൾ അവൾ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു ചേട്ടൻ്റെയും ചേച്ചിയുടെയും കടയുണ്ട്. അവിടെ ഞങ്ങൾ നിർബന്ധിച്ച് കയറ്റി. അവിടെ കുറേ കടികളും കാര്യങ്ങളൊക്കെ സൂപ്പറാന്ന് പറഞ്ഞു. പിന്നെ രാക്കയും മെല്ലെ വണ്ടി ഒതുക്കിയിട്ടു. കുറച്ച് പാഴ്സലും വാങ്ങുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ചായയും അവിടെ കുറേ സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകിലൊരു അമ്പലമുണ്ട്. ഇത് ശരിക്കും വൈറ്റില ജംഗ്ഷനിലാണ്. മുളക് ബജി, ഉഴുന്നുവട, മുട്ട ബജി, ബോണ്ട, ആലു ബോണ്ട ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ്, അത് സൂപ്പറായിരുന്നു. മഴ ചാറിക്കൊണ്ടിരിക്കുക. മെട്രോ പോകുന്ന സ്ഥലത്ത് സൈഡിലോട്ടാണ് ചേട്ടൻ്റെ കട. കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അപ്പുറത്തോട്ടുണ്ട് കേട്ടോ. ഇതിന് ചേർന്ന പാറുൻ്റെ ഓഫീസ്. അവളിവിടെ ഡെവലപ്മെന്റ് ഓഫീസറാണ് വൈറ്റില ബ്രാഞ്ചിലെ. നല്ല സൂപ്പർ ചായയായിരുന്നു. ആ മഴയത്ത് ഇതൊക്കെ ഒരു പ്രത്യേക വൈബാ. അപ്പം അവൾ കുടിക്കുന്നത് ഞാൻ മെല്ലെ കാറി കയറി എടുത്തു. അടുത്ത് നിന്ന് എടുത്താലേ ചിലപ്പോൾ അവൾ സമ്മതിക്കത്തില്ല. അവൾ അറിഞ്ഞില്ല, പക്ഷെ അവസാനം കണ്ടു. ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെല്ലാം വന്ന് ചായ കുടിക്കുന്ന ഒരു ഫേമസ് കടയാട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അങ്കുവിനെ വിളിച്ചിട്ട് ഇനി വീട്ടിൽ പോവുക. അവൻ കളിച്ചൊക്കെ കഴിഞ്ഞു കാണും. അവനും സന്തോഷമായി. നമ്മൾ നമ്മുടെ കൊല്ലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. വൈകുന്നേരം വിളക്ക് എത്തിച്ച് ഞുഞ്ഞുമോൻ കറങ്ങി നടപ്പുണ്ട്. അപ്പം സൃഷ്ടിയും അങ്കുവും ഞുഞ്ഞുമോനും കൂടി ചെന്ന് TV കാണുക. പിന്നെ അമ്മയും ഞാനും ഇവിടെ ഉള്ളൂ. രാക്കെ ഷൊർണൂർ പോയി. പാറു വീട്ടിൽ എല്ലാം ഒതുക്കാൻ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ മീൻകാരി അമ്മ വന്നിട്ടുണ്ട്. അപ്പം അമ്മ കൊഞ്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കൊഞ്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് മീനൊക്കെ വലിയ പാടല്ലേ. ആയമ്മ തന്നെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി തരും കേട്ടോ. തൊലി അവരിരിക്കില്ല, അത് അമ്മ ഇരിക്കും. കാരണം നമുക്ക് മീൻ തൊലി ഉരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ബാക്കിയെല്ലാം നന്നായിട്ട് അവർ ക്ലീൻ ചെയ്ത് കഴുകി തരും. പുറത്ത് പൈപ്പിലിട്ട് കഴുകാണേ. തൊലി മാത്രം അമ്മ ഇരിച്ചെടുക്കും. കാരണം നമ്മൾ തൊലി അങ്ങനെ മീൻ ഉപയോഗിക്കാറില്ല. അപ്പം ഞുഞ്ഞുമ്മ രാവിലെ അമ്മയുടെ തോളത്ത് കയറിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ.
നല്ല വെയിലെന്ന് വെച്ചാൽ ഒരുവിധം മഴക്കോളില്ലാത്ത ഒരു കാലാവസ്ഥയാണ്. അപ്പം ഞാൻ തുണിയൊക്കെ പെട്ടെന്ന് കഴുകിയിട്ടു. 2 ദിവസമെങ്കിലും നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ വെയിലൊന്ന് കൊള്ളിക്കാൻ വെച്ചു. ഇതൊക്കെ മടക്കി ഇനി നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് തിരിച്ച് വീട്ടിൽ. അപ്പോൾ ഉച്ചയ്ക്ക് അമ്മ അതേ കൊഞ്ചും മാങ്ങയ്ക്കുള്ള അരപ്പ് റെഡിയാക്കി അതങ്ങ് കലക്കി വെച്ചു. ഞുഞ്ഞുമോനും പിള്ളേരും ഒക്കെ ആയിട്ട് അമ്മയും ബഹളമാണ്. പിന്നെ മീൻ വറക്കാനായിട്ട് കുറച്ച് കൊഞ്ചും പിന്നെ വലിയ മീനും ഉണ്ടായിരുന്നു നമ്മുടെ അയല. അപ്പോൾ അത് ദേ അമ്മ അത് പെരട്ടി വെക്കുക വറക്കാനായിട്ട്. നമ്മുടെ കൊഞ്ചും മാങ്ങ തിളച്ച് വന്നു. മീനും ദേ ഫ്രൈ ചെയ്തെടുത്തു. ഇന്ന് കുറച്ചധികം ഫുഡ് അമ്മ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ആഗ്രഹമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇന്ന് അമ്മ ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്കയും ചക്കക്കുരു ഇട്ട് ഒരു തോരൻ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിശ്ശേരി മോര് കാച്ചിയതുണ്ടല്ലോ അതും ദേ. പിന്നെ ചോറും തിളപ്പിക്കാനിട്ടു. രാവിലത്തെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോര് കാച്ചിയിലൊന്ന് വറുത്തിട്ടിട്ടുണ്ട്. ദേ ഉച്ചക്കലത്തെ ചോറാണ്. നമ്മുടെ ജയ റൈസ് ഉണ്ടല്ലോ, വൈറ്റ് റൈസ്, മട്ടയല്ല നോർമലി അതാണ്. പിന്നെ തീയലുണ്ട്, കൊഞ്ച് തീയൽ. പിന്നെ മുരിങ്ങയ്ക്ക തോരൻ, അതെൻ്റെ ഫേവറേറ്റ്, അതും ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ജയാമ കുറച്ച് പഴുത്തയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ജയാമ അന്ന് പച്ചച്ചക്ക കൊണ്ടുവന്നതൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ പഴുത്തയൊക്കെ കൊണ്ടുവന്നത് കുറച്ച് കഴിച്ചിട്ട് ബാക്കി അമ്മ ചക്കയപ്പമായിട്ട് ഉണ്ടാക്കി വെച്ചു ദേ നമ്മുടെ വാഴയിലയിൽ. അപ്പോൾ അത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാമല്ലോ. ശർക്കരയും തേങ്ങയൊക്കെ ഒരുമിച്ച് ചക്ക അരച്ച് ചേർത്തിട്ടാണ് അമ്മ അത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാം അമ്മ ഇന്ന് ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ തിരിച്ചു പോവുമല്ലേ, അപ്പോൾ മാക്സിമം നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റുന്ന എല്ലാം ഉണ്ടാക്കി തന്നു. കൂടാതെ സാധാരണ നമ്മുടെ ഇലയട ഉണ്ടല്ലോ അത് ഉണ്ടാക്കി. ഞുഞ്ഞുമോൻ ഇതാ ഇഷ്ടം. പിന്നെ കലക്കുഞ്ഞുമ കുറേ ഏത്തക്കാപ്പം നമ്മുടെ പഴംപൊരി ഉണ്ടല്ലോ അതും ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അങ്ങനെ ചായ ഇന്ന് ഒത്തിരി ഹെവിയായി. ചായയല്ല, ഫുഡ് മുഴുവനും നല്ല ഹെവി ആയിരുന്നു ഇന്നത്തെ ദിവസം. നമ്മുടെ റൂമിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് നോക്കുമ്പോൾ ഒരു തത്തമ്മ അവിടെ കിടപ്പുണ്ട് കേട്ടോ. തത്തമ്മയെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിങ്ങനെ കീന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാനത് കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഈ തത്തമ്മയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പം ഞുഞ്ഞുമോൻ ഇവിടെ നിന്ന് ഇങ്ങനെ അതിനെ നോക്കിക്കൊണ്ടേയിരിക്കും. അതേ ഞുഞ്ഞുമോൻ്റെ അടുത്ത കുരുത്തക്കേടുകളൊക്കെ ആയത്. രാവിലെ കലക്കുഞ്ഞിയും കുക്കും ഞാനും കൂടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രാക്കെ പാലക്കാടായതുകൊണ്ട് കലക്കുഞ്ഞിയും കുക്കും കൂടെ എന്നെ കൊണ്ടുവന്നത്. ഇതാ നമ്മുടെ കുടുംബക്ഷേത്രം. അത്ര വലിയ ഫേമസ് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ കുടുംബക്കാരാണ് കൂടുതലും തൊഴുന്നത്. പിന്നെ ചുറ്റുമുള്ളവരും എല്ലാം വന്ന് തൊഴുന്ന നല്ല ഐശ്വര്യമുള്ള ഒരു അമ്പലമാണ്. ദേവിയാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ. എന്തായാലും അവിടെ തൊഴാതെ നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതേ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഇവിടെ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊരു വ്ലോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, കഴിഞ്ഞ വർഷത്തെ വ്ലോഗിൽ. പിന്നെ ഇവിടെ ഒരു ഗണപതി അമ്പലം ഉണ്ട്, ശക്തിയുള്ളൊരു ഗണപതി അമ്പലം. ആ ചിന്താതുരൈ വിനായകർ എന്ന് പറയും. അപ്പോൾ അവിടെയും വന്ന് ദേ തൊഴുതു. ഞാൻ ഈ അമ്പലത്തിൽ എപ്പോൾ വന്നാലും മഴയാട്ടോ. കറക്റ്റായിട്ട് അവിടെ വന്നപ്പോൾ മഴ ചാറിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും നമ്മുടെ ഗണപതിനെ ഒന്ന് കണ്ടു. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പഴയ ഫേമസ് ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലാണിത്, ഗുരുപ്രസാദ്. അവിടെ കയറി. അതായത് 100 വർഷം പഴക്കം ഒക്കെ ഉള്ളതാണ്. ഇപ്പോഴും വില ഭയങ്കര ചീപ്പാണ് ഇവിടെ. സൂപ്പർ ഫുഡുമാണ്. അവരുടെ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഇവരുടെ വീടും. നമ്മുടെ കൊല്ലത്ത് ശരിക്കും ആ സെൻറ്ററിൽ തന്നെയാണ് ഇവരുടെ ഈ ഹോട്ടൽ. പാർക്കിംഗ് ഒക്കെ നമ്മൾ സൈഡിൽ ചെയ്തിട്ട് വേണം വരാൻ. എപ്പോഴും നല്ല തിരക്കുവാ. അപ്പോൾ കുക്കുവേ പൂരി മസാല വാങ്ങി, വടയും. പിന്നെ ഞങ്ങൾ മസാല ദോശ, സ്പെഷ്യൽ മസാല ദോശ, വടയും. പിന്നെ സാമ്പാർ ചട്നിയൊക്കെ കിട്ടുമല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു തുണിക്കടയിൽ കയറി, MK ഫാബ്രിക്സ് എന്ന്. അതും കൊല്ലത്തെ ഒരു ഫേമസ് കടയാണ്. അപ്പോൾ എല്ലായിടും ഒന്ന് കറങ്ങിയെന്ന് പറയാം. നമ്മുടെ കുട്ടിക്കാലത്ത് ഇതൊരു കുട്ടിക്കടയായിരുന്നു. ഇപ്പോൾ അത് വളർന്ന് ഏകദേശം വലിയൊരു കടയായി ഇപ്പോൾ കൊല്ലത്തെ. അങ്ങനെ അവിടെയും കയറിയതേ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട്. ദേ ഇത് നമ്മുടെ മുറ്റത്തുള്ള അമ്പലാട്ടോ. ഇവിടെ ആദ്യം വന്നത് നമ്മുടെ മുളങ്കാടകം ദേവി. പിന്നെ നമുക്കൊരു കാവുണ്ട് അവിടെ, ശിവനും ദേവി. അവിടെയും ഒന്ന് തൊഴുതായിരുന്നു. പോകുന്നതിന് മുന്നേ ഒന്ന് തൊഴുതു. തിരിച്ചു വന്നപ്പോൾ ദേ നമ്മുടെ കിണറിന് പുതിയ കവറൊക്കെ ചിറ്റപ്പം വാങ്ങിയിട്ടിട്ടുണ്ട്. നേരത്തെ നെറ്റ് അല്ലായിരുന്നോ, ഇത് ഇരുമ്പിൻ്റെയാണ്. അപ്പോൾ പൂച്ചയും കാക്കയും ഒന്നും വീണ് ശല്യം ആവത്തില്ല. നമ്മൾ ഒന്നാമത് പോവുകയും ചെയ്യല്ലേ. ഇനി നമ്മൾ പോകുന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലാണ്. അത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ. രാക്കെ വന്നു, ഷൊർണൂരിൽ നിന്ന് വന്നിട്ട് നമ്മുടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ കൊല്ലത്ത് ഉള്ളതാ. അവിടെ ഒന്ന് തൊഴാൻ പോവുക. എൻ്റെ അച്ഛൻ്റെ നാടാണത്. ഓൾമോസ്റ്റ് ഞാൻ കുഞ്ഞിലെ ഇവിടെയാണ് ഓടിക്കളിച്ച് വളർന്നത്. അപ്പോൾ ഇവിടെ പോവാൻ നമുക്കൊരു മനസ്സിന് സമാധാനം കിട്ടത്തില്ല. അപ്പം ഞാനും രാക്കയും അങ്കും കൂടെ തൊഴാൻ വന്നിട്ടുണ്ട്. നമ്മൾ ചരട് കെട്ടത്തില്ലേ, നൂലുകെട്ടം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ആ സമയത്ത് അങ്കുവിന് പേരിട്ടത് ഉണ്ണി ഗണേശനാട്ടോ, ഉണ്ണി ഗണപതി. ഇവിടുത്തെ ഈ ഗണപതിയുടെ പേരാണ് അവൻ ഇട്ടത്.
കാരണം എൻ്റെ ഫേവറേറ്റ് ദൈവമാണ് ഇവിടുത്തെ ഗണപതി. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോവാതെ വരുമ്പോൾ ഒരു വിഷമമല്ലേ, ഇനി എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി തൊഴുതു, സമാധാനമായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തി. ഇതാണ് എൻ്റെയും അക്കയുടെയും കല്യാണം നടന്ന സ്ഥലം, ഓഡിറ്റോറിയം. ഇതിനോട് ചേർന്ന് ഒരു അമ്പലമുണ്ട്, ആനന്ദവല്ലീശ്വരം ദേവീ ക്ഷേത്രം. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ കല്യാണം 16 വർഷം മുന്നേ. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്താട്ടോ ഈ അമ്പലം. പിന്നെ ഞാൻ പഠിച്ച സ്കൂളും കോളേജും ഒക്കെ ഇതിന് ചുറ്റും തന്നെയാണ്. അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെയാണ് ഞങ്ങൾ വന്നത്. ജസ്റ്റ് ഒന്ന് ഓർമ്മകളൊക്കെ നോക്കി അങ്കുവിനെയൊക്കെ കാണിച്ചു കൊടുത്ത് വന്നു. പിന്നെ അവന് ഒരു തൊപ്പി ദോശ വാങ്ങിക്കൊടുത്തു. ഞാൻ പൂരി മസാലയാണ് വാങ്ങിച്ചത്. ഞാനിവിടെ വന്നിട്ട് പുറത്തുനിന്ന് പൂരി മസാല കഴിച്ചില്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ പൂരി മസാല വേറൊരു ടേസ്റ്റാണ്, നോർത്ത് ഇന്ത്യ കിട്ടുന്ന പൂരി മസാലയ്ക്ക് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും വന്നിട്ടുണ്ട്. രാക്കെ ഒരു കോഫി ഓർഡർ ചെയ്തു, ഞാനൊരു ചായ. അങ്കുവിനൊന്നും വേണ്ട പറഞ്ഞു. അവന് വയറിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നേ, ചിലപ്പം യാത്ര ചെയ്യുന്നതുകൊണ്ടും ഫുഡൊക്കെ മാറി കഴിച്ചുകൊണ്ടും ആയിരിക്കണം. അവനധികം ദോശയും കഴിക്കാൻ കൂട്ടാക്കിയില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. അങ്ങനെ ഈ വർഷത്തെ വെക്കേഷൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ജജ്ജറിലോട്ട്. നേരെ പാറിൻ്റെ വീട്ടിൽ പോകും, അവിടുന്ന് പിന്നെ യാത്ര ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മുടെ ജജ്ജറിലെ വീട്ടിലെത്തും. അപ്പോൾ ഇതാണ് അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയത്തിയുടെ വീട്. അതിനപ്പുറത്ത് കാണുന്ന അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയുടെ വീട്. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ചുറ്റും തന്നെയുണ്ട്. ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ, കുറച്ച് നമ്മുടെ ജയമ്മ മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരെ താമസിക്കുന്നത്. ഡിന്നർ കഴിക്കാൻ നിർത്തിയത് ആലപ്പുഴയിലെ ഏവീസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാട്ടോ. ഇവിടെ ഇവർക്ക് മില്ലുണ്ട്, പുട്ടുപൊടി, ഇടിയപ്പൊടി, അങ്ങനെ പൊടികൾ, അല്ലാതെ മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ. അവിടെ ഞുഞ്ഞുമോനെ കൊണ്ട് തൊട്ടിലിരുത്തി ആട്ടുക. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് ഈ പൊടികളുടെ കാര്യമൊക്കെ അറിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയത് നല്ല പൊടിയായിരുന്നു. അപ്പോൾ കുറേ നാൾ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്രാവശ്യം അത് കുറച്ച് വാങ്ങണം. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇവർ ശരിക്കും മില്ലായിട്ടായിരുന്നു ഇവിടെ തുടങ്ങിയത്. അപ്പോൾ ചെറുതായിട്ടൊരു ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റും കൂടെ തുടങ്ങി, അത് ഭയങ്കര സക്സസ് ആയി, ക്ലിക്കായി. നല്ല സൂപ്പർ ഫുഡും അവരുടെ തന്നെ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പുട്ടാണ് ഓർഡർ ചെയ്യുന്നത്. നമ്മുടെ നാടൻ ഒരു തോണിയോ വഞ്ചിയോ അതിനകത്ത് പുട്ടുണ്ടാക്കി വെച്ചിട്ടേക്കുന്നത്, നമ്മുടെ കസവ് മുണ്ട് പോലെ. അത് അവിടെയൊക്കെ അവരുടെ പൊടികളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് അതും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകും. ഞുഞ്ഞുമോന് സെപ്പറേറ്റ് കസേരയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പുട്ടാണ് ഓർഡർ ചെയ്തത്. പിന്നെ അല്ലാതെ അപ്പവും അരിപ്പത്തിരി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, താറാവ് കാര്യങ്ങളൊക്കെ കിട്ടും. ഞാനും അമ്മയും കുഞ്ഞുങ്ങളും, അതായത് അങ്കുവും സൃഷ്ടിയും ഞുഞ്ഞുമോനും രാക്കയും ഞങ്ങളാണ് പോകുന്നത്. കുഞ്ഞുങ്ങളെ അങ്ങ് ഏൽപ്പിക്കണമല്ലോ പാറിൻ്റെ അടുത്ത് തിരിച്ച്. പിന്നെ അമ്മയും അവിടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പുട്ടെത്തിയിട്ടുണ്ട്, കടലക്കറി ഓർഡർ ചെയ്തിട്ടുണ്ട്, മീൻകറി ഓർഡർ ചെയ്തിട്ടുണ്ട്, കൂടാതെ ഇടിയപ്പം ഓർഡർ ചെയ്തു. അങ്കുന് ഇടിയപ്പമാണ്, പിന്നെ സ്വീറ്റ് ലൈമും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.